സത്യവിശ്വാസിനിക്കും അവന് രോഗങ്ങൾ, ബലാകൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ജസദിഹി, അവന്റെ ശരീരത്തിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ സമ്പത്തിൽ, അവനുള്ള പരീക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. എത്ര വരെ? അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അവന്റെ മേലെ ഒരു പാപവും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അവന് പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിന ഫീ ജസദിഹി വഅഹ്ലിഹി വമാലിഹി ഹത്താ യൽഖ അല്ലാഹ അസ്സ വജൽ വമാ അലൈഹി ഖതീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിന, ഒരു മുഅ്മിനിന് അതുപോലെ തന്നെ മുഅ്മിനത്തിന്, സത്യവിശ്വാസിനിക്കും അവന് രോഗങ്ങൾ, ബലാകൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ ബലാ എന്ന് പറഞ്ഞാൽ രോഗം പോലെയുള്ള കാര്യങ്ങൾ. വഅഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ അവന് പ്രിയപ്പെട്ടവരെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങളായിരിക്കാം, മറ്റു നഷ്ടങ്ങളായിരിക്കാം, പരീക്ഷണങ്ങൾ. വമാലിഹി, അവന്റെ സമ്പത്തിൽ അവന് ദാരിദ്ര്യം വന്നേക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അതിനുള്ള പരീക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഹത്താ യൽഖ അല്ലാഹ അസ്സ വജൽ, എത്ര വരെ? അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. വമാ അലൈഹി ഖതീഅത്തുൻ, അവന്റെ മേലെ ഒരു പാപവും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അവന് പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന്. സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം, വേറൊരാളുടെയും കാര്യമല്ല, നമ്മുടെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാല് എങ്ങനെ നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളും അതേസമയം തന്നെ നമ്മൾ അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയും, അല്ലെങ്കിൽ നമ്മളിൽ സംഭവിക്കുന്ന പാപങ്ങളും എല്ലാം ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ വലിയ നന്ദികേടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മുടെ നിസ്കാരമോ നോമ്പോ ദിക്റുകളോ ഒന്നും ആ പാപങ്ങളെല്ലാം മായ്ച്ചു കളയാൻ മാത്രം പോകുന്നതായിക്കൊള്ളൊന്നുമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, ശരീരത്തിലോ കുടുംബത്തിലോ സമ്പത്തിലോ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ അവൻ എന്തായിത്തീരും? കഫാറത്തായിത്തീരും. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമായി ഈ കാര്യങ്ങളായിത്തീരും. അങ്ങനെ ആയിത്തീർന്ന് അവസാനം അവൻ മരണപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ പരലോകത്ത് അവനെ ശിക്ഷിക്കാൻ ഒരു പാപവുമില്ലാത്ത അവസ്ഥയിൽ അവൻ ദുനിയാവിൽ തന്നെ മാറിത്തീരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മുഅ്മിൻ പറഞ്ഞാൽ എന്താ? പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അള്ളാഹുവിലും പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സത്യവിശ്വാസിക്ക് ഇതിനേക്കാൾ വലിയൊരു സമാധാനം എന്താ വേണ്ടത്? ഇപ്പൊ നമ്മൾ ദുനിയാവിൽ എല്ലാ സുഖസൗകര്യം അനുഭവിച്ചു, പരലോകത്തെത്തിയിട്ട് നമ്മൾ ചെയ്ത പാവങ്ങൾക്ക് പകരമായിട്ടുള്ള ശിക്ഷ നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതാണോ? അതല്ല ദുനിയാവിൽ കുറച്ചൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ട് ക്ഷമിച്ച് പരലോകത്ത് ഒരു പാവവും ഇല്ലാതെ എത്തിച്ചേരുന്നതാണോ ഖൈർ? പരലോകത്തെ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അവൻ രണ്ടാമത് പറഞ്ഞത് തന്നെ എടുക്കും. കാരണം പരലോകത്ത് ഒരു കാഫിറിന്റെ അവസ്ഥ എന്താ? പരലോകത്ത് ഭൂമി മുഴുവൻ സ്വർണം നൽകാം, എന്നാലെങ്കിലും എന്നെ ഒഴിവാക്കി തരണം എന്നാണ് ആഗ്രഹിക്കുക. ഒരു ചെറിയ ശിക്ഷ പോലും പരലോകത്ത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോ ഇതുപോലെയുള്ള രോഗങ്ങളും മറ്റു പരീക്ഷണങ്ങളും എല്ലാം അതിന് ഖൈറായിട്ടുള്ള ഒരു വശം അതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ഹദീസ് ആണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ജാഅ അഅറാബിയ്യുൻ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു അറാബി വരികയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഇരിക്കുന്ന സദസ്സിലേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിയോട് ചോദിച്ചു, ഹൽ അഖദത്ക ഉമ്മു മിൽദം, നിനക്ക് ഉമ്മു മിൽദം ബാധിക്കാറുണ്ടോ ചോദിച്ചു, ബാധിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഉമ്മു മിൽദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയുടെ കുഞ്ഞത്താണ്. പനി എന്നുള്ള അസുഖത്തിന്റെ ഹുമ എന്നുള്ള പനിയുടെ കുഞ്ഞത്താണ് ഉമ്മു മിൽദം. ഈ കുഞ്ഞത്തി എന്ന് പറഞ്ഞാൽ വിളിപ്പേര്. നമ്മൾ പറയില്ലേ, ഓരോ അബു അബ്ദില്ല അല്ലെങ്കിൽ അബു ഹുറൈറ, അങ്ങനെയൊക്കെ. ഇപ്പൊ അലി റളിയല്ലാഹു അൻഹു അബു തുറാബ്. അത് അധികവും കുഞ്ഞത്ത് എങ്ങനെ ഉണ്ടാവുക? സ്വന്തം മക്കളുടെ പേരിനോട് ചേർത്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അപ്പൊ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു കുഞ്ഞത്ത് പൂച്ചയോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചതാണ്.
അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം മസ്ജിദിൽ മണ്ണിൽ കിടന്ന സമയത്ത് മണ്ണായതുകൊണ്ട് അബൂ തുറാബ് എന്ന് വിളിച്ചു. ഇപ്പൊ കഴുതക്ക് വിളിക്കുന്ന ഒരു പേരാണ് അബൂ സുബർ. കാരണം കഴുത ഭയങ്കര ക്ഷമയുള്ള ആളാണ്, എത്ര ലോഡ് ഏറ്റി കൊടുത്താലും അത് ഏറ്റി ഇങ്ങനെ നടന്നോളും. അപ്പൊ അതുകൊണ്ട് അബൂ സുബർ എന്ന് കഴുതനെ പറയും. അപ്പൊ ഓരോ ജീവികൾക്ക് വരെ ഓരോ കുഞ്ഞിയത്ത് അറബിയിലുണ്ട്. ഒരു പുസ്തകം തന്നെ കണ്ടിട്ടുണ്ട്, ഓരോ അറബിയിൽ പറയുന്ന കുഞ്ഞിയത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ കുഞ്ഞിയത്ത് പറയും. അപ്പൊ ഉമ്മു മിൽദം എന്ന് പറഞ്ഞാൽ പനിക്ക് പറയുന്ന കുഞ്ഞിയത്താണ്. അപ്പോ അറാബി ചോദിച്ചു വമാ ഉമ്മു മിൽദം, അറാബിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്താണ് ഉമ്മു മിൽദം ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹർറുൻ ബൈനൽ ജിൽദി വൽ ലഹം, മാംസത്തിന്റെയും തൊലിയുടെയും ഇടയിൽ അനുഭവിക്കുന്ന ചൂടാണ് എന്ന് പറഞ്ഞു, അതായത് പനിയാണ് എന്ന് പറഞ്ഞു. അപ്പോ ആ അറാബി പറഞ്ഞു കാലല, എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു, ഉണ്ടാവാറില്ല. കാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഫഹൽ സുദിഅത, നിനക്ക് സുദാ എന്ന് പറഞ്ഞാൽ തലവേദന, തലവേദന ഉണ്ടാകാറുണ്ടോ സുദാ ചോദിച്ചു. കാല അപ്പൊ അറാബിക്ക് അതും അറിയില്ല. അറാബികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ നാട്ടും പുറത്ത് ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും അധികം പരിചയമില്ലാത്ത ആളുകളായിരിക്കും അറാബികൾ എന്നുള്ളത്. അപ്പൊ ആ അറാബി ചോദിച്ചു അമ്മ സുദാ, എന്താണ് ഈ സുദാ എന്ന് ചോദിച്ചു. കാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റീഹുൻ തഅതരിബു ഫി റഅസി തദ്രിബുൽ ഉറൂഖ, തലക്കകത്തുണ്ടാകുന്ന ഒരു കാറ്റാണ്, അത് ഞരമ്പുകളെ ഇങ്ങനെ വിങ്ങിപ്പിക്കും. അതായത് ഉദ്ദേശം തല വിങ്ങിപ്പൊട്ടുന്ന തരത്തിലുള്ള വേദന, അതാണ് തലവേദനയ്ക്ക് ഉദ്ദേശിച്ചാണ്. തലയിലെ ഞരമ്പുകളെല്ലാം അതിനകത്ത് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന അങ്ങനെ വേദന ഉണ്ടാകാറുണ്ടോ ചോദിച്ചു. കാല അപ്പൊ അറാബി പറഞ്ഞില്ല, ഇല്ല എന്ന് പറഞ്ഞു. കാല ഫലമ്മ ഖാമ ഖാല, അങ്ങനെ ആ വ്യക്തി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സറഹു അയ്യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഐ ഫൽയൻദുർഹു, ആർക്കെങ്കിലും നരകാവകാശിയായിട്ടുള്ള ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാളെ കാണണമെങ്കിൽ ഇവനെ നോക്കിക്കോളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയാളെ നോക്കിക്കോളാൻ പറയാണ്. ഈ ഹദീസ് എന്താ, പനിയും തലവേദനയും വന്നില്ലെങ്കിൽ അയാൾ നരകത്തിൽ കിടക്കുന്നതാണ്, അതാണ് അതിന്റെ ഉദ്ദേശം? അങ്ങനെയല്ല, എല്ലാ പനിയും തലവേദനയും വരാത്ത ആളുകൾക്ക് നരകത്തിലാണ്, പനിയും തലവേദന എന്ന ആളുകളൊക്കെ സ്വർഗത്തിലാണ്, അതല്ല. ഈ ഹദീസ് കൊണ്ടുള്ള ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഇതുപോലെ രോഗങ്ങൾ അവൻ കൊടുക്കും. അവന് ചില വേദനകൾ അനുഭവിക്കേണ്ടി വരും, ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, ഇതുപോലെ പനി അനുഭവിക്കേണ്ടി വരും, തലവേദന ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റു ചില വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇത് അവൻ ക്ഷമിക്കുമ്പോൾ അവൻ അതിൽ ക്ഷമക്കേട് കാണിക്കാതെ, നന്ദികേട് കാണിക്കാതെ, അങ്ങനെയുള്ള സംസാരങ്ങളില്ലാതെ ക്ഷമിക്കുകയാണ് എങ്കിൽ അതവന് പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. എന്നാൽ ഒരു വ്യക്തി, ഈ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, അയാൾ പാപങ്ങൾ സംഭവിക്കുന്നത് ചെയ്യുന്ന ഒരാളാണെന്നറിയാം. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഒന്നും വരുന്നില്ല, അയാൾക്ക് പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന തലവേദനയോ പനിയോ ഒന്നും വരുന്നില്ല, അയാൾ പാപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിനർത്ഥം എന്താണ്? അയാളുടെ ആ പാപങ്ങൾ നാളെ നരകത്തീ കൊണ്ട് എന്താവുള്ളൂ, പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. ചില ഹദീസുകൾ വന്നിട്ടുണ്ട് പനി എന്നുള്ളത് നരകത്തിന്റെ ഒരു അംശമാണ്, അഥവാ ശുദ്ധീകരിക്കാൻ, നരകത്തിലെ തീ തട്ടുന്നതിന് പകരം വരുന്ന ഒരു കാര്യമാണ് പനി എന്ന നിലക്കൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോ അവന്റെ ഈ പാപങ്ങൾ ഇനി പൊറുക്കാൻ ഇനി എന്തൊക്കെ സാധ്യതയുള്ളൂ? ദുനിയാവിൽ ഇങ്ങനൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ, പരലോകത്തുള്ള നരകം കൊണ്ടേ അവൻ ശുദ്ധീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പോ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ച് പറയുമ്പോൾ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് സുദാഉർ റഅസി മിൻ അലാമാതി അഹ്ലിൽ ഈമാൻ വ അഹ്ലിൽ ജന്ന, തലവേദന ഉണ്ടാവുക അതുപോലെ തന്നെ പനി ഉണ്ടാവുക എന്നുള്ളതൊക്കെ സ്വർഗാവകാശികളുടെയും ഈമാനുള്ള ആളുകളുടെയും അടയാളമാണ് എന്ന നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഇതുപോലെ ഇനിയും ഹദീസുകൾ വരുന്നുണ്ട്, പനിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് അൽ ബശാറത്തുൽ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ് ഉണ്ട്, ചെറിയ 10-20 പേജുള്ളൂ, ചെറിയൊരു റിസാല അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പനിയുള്ളവർക്കുള്ള സന്തോഷ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട്. ധാരാളം ഹദീസുകൾ ഇനിയും ഈ ബാബിൽ തന്നെ, ഈ കിതാബിൽ തന്നെ വരുന്നുണ്ട്. അപ്പോ ഈ പനി തലവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആർക്കേ പറ്റുള്ളൂ? അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്ന ആളുകൾക്കേ പറ്റുള്ളൂ. ഒരു ഫാജിറിനെ സംബന്ധിച്ചിടത്തോളം, കുഫാർ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനാ അത് വന്നത്, എന്തിനാ അത് മാറുന്നത് ഒന്നും അവനറിയില്ല. പക്ഷെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് വലിയ ഒരു ഖൈറായിട്ടുള്ള അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പനിയെ സംബന്ധിച്ച് ചോദിക്കേണ്ടായി. എന്താണ് പനി ചോദിച്ചു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തജ്രി അൽ ഹസനാതു അലാ സാഹിബിഹാ, പനിയുടെ ആളുകൾക്ക് നന്മ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അതായത് അവൻ ചെയ്തുകൊണ്ടിരുന്ന നന്മ പനി കാരണം തടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, അല്ലാതെയും പ്രതിഫലം കിട്ടും എന്ന നിലക്ക് പറഞ്ഞു. അപ്പൊ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ തടസ്സമാകാത്ത രീതിയിൽ, അതുപോലെ ഹജ്ജും ഉംറയും ജിഹാദിന് പോകാൻ തടസ്സമാകാത്ത രീതിയിൽ, ഹജ്ജും ഉംറയും ചെയ്യാൻ തടസ്സമാകാത്ത രീതിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിസ്കരിക്കാൻ പോകുന്നത് തടസ്സമാകാത്ത രീതിയിൽ എനിക്ക് പനി നൽകണമേ എന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ. അത് സ്വന്തത്തിനെതിരെ പ്രാർത്ഥിച്ചതല്ല, ഈ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് മകൻ പറയുന്നുണ്ട്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ മകൻ പറയുന്നുണ്ട്, വാപ്പാക്ക് എല്ലാ ദിവസവും രാത്രിയിൽ പനിക്കുമായിരുന്നു. എന്നിട്ട് ആ പനി കാരണത്താൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രൂപം തന്നെ തൊലിയുടെ നിറം മാറുന്ന ആ ഒരു അവസ്ഥയിലായിട്ടാണ് മരണപ്പെടുന്നത് എന്ന്. ഇപ്പോ പല സലഫുകളെയും പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ ഇബ്നു റജബ് ഹംബലി ഞാൻ പറഞ്ഞ റിസാലയിൽ പറയുന്നുണ്ട്, സലഫുകൾ കൊതിക്കുമായിരുന്നു രാത്രിയിൽ പനി ഉണ്ടാകാനെന്ന്. കാരണം അതിന്റെ ആ ഫضل അവർക്ക് മനസ്സിലായതുകൊണ്ട്. അപ്പൊ ഇത് ഒരു സത്യവിശ്വാസിയുടെ ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാകുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ കാണിച്ച് എന്ത് പറഞ്ഞത്, അയാൾ നരകാവകാശിയാണ് എന്ന് പറഞ്ഞത്. പനി നിലവിൽ വരാത്തോണ്ടല്ല അയാൾ നരകാവകാശിയായത്. എന്തുകൊണ്ടാണ്? അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ദുനിയാവിലൊന്നും അയാൾക്ക് വരുത്തുന്നില്ല എന്നതുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് ചിലപ്പോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക ദുനിയാവിൽ ഏറ്റവും സുഖസുന്ദരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറവും വരരുത് എന്നുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല, ആഫിയത്താണ് അള്ളാഹുവിനോട് തേടേണ്ടത്. പക്ഷേ എന്തെങ്കിലും ഇതുപോലെയുള്ള ബലാകളോ രോഗങ്ങളോ ഒക്കെ വരുമ്പോൾ, ചെറുത് വരുമ്പോൾ തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ചെറിയ എന്തെങ്കിലും രോഗം വന്നാൽ തന്നെ ക്ഷമ കാണിക്കാൻ സാധിക്കാത്ത അസ്വസ്ഥരാകുന്ന ആളുകളായി നമ്മൾ ആകാൻ പാടില്ല. ആ ഒരു രോഗം വരുമ്പോൾ അതിനെ ഈ രീതിയിൽ കാണാൻ നമ്മൾക്ക് സാധിക്കണം. അടുത്ത ബാബു അൽ ഇയാദതി ജൗഫൽ ലൈൽ, രാത്രിയിൽ രോഗിയെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്. ഈ ബാബിന് തലക്കെട്ട് കൊടുക്കാനുള്ള കാരണം അതുൽ മുഫ്രദിന്റെ സഹീഹായ ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നത്. ഈ ബാബിൽ ഒരു ദുർബലമായ ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ തലക്കെട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഹദീസ് നമ്മൾ വായിക്കുന്നില്ല. ഈ ബാബിൽ സഹീഹായി കൊടുത്തുള്ള ഒരു ഹദീസ് വന്നിട്ടുള്ളത് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഇസ്തകൽ മുഅ്മിൻ അഖ്ലസഹു അല്ലാഹു കമാ യുഖ്ലിസുൽ കീർ ഖബതൽ ഹദീദ്. ഒരു മുഅ്മിനിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിക്കുകയാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് ബുദ്ധിമുട്ടായാലും എടുത്തോളൂ, രോഗമാവട്ടെ മറ്റെന്ത് ബുദ്ധിമുട്ടാവട്ടെ, അവനത് ബാധിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒഴിവാക്കി ശുദ്ധീകരിച്ചെടുക്കും. ഏതുപോലെ ഒരു കൊല്ലൻ ഈ ഇരുമ്പെല്ലാം ചൂടാക്കി, ഉല എന്നൊക്കെ പറയല്ലോ, ഇരുമ്പ് ചൂടാക്കി വൃത്തിയാക്കി എടുക്കാൻ ഉപയോഗിക്കുന്ന, അതിലിട്ടുകൊണ്ട് ആ ഇരുമ്പിലെ തുരുമ്പൊക്കെ ആ തീയിലിട്ടുകൊണ്ട് ചൂടാക്കി ഒഴിവാക്കി എടുക്കുന്നത് പോലെ, അതിന്റെ അഴുക്കൊഴിവാക്കി എടുക്കുന്നത് പോലെ ഒരു മുഅ്മിനിന് എന്തൊരു ശക്വ ബാധിച്ചാലും ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാലും അല്ലാഹു തആല അവൻ അങ്ങനെ നന്നാക്കി എടുക്കും. അതായത് അവന്റെ പാപങ്ങളും അവന്റെ കുറവുകളും അവന്റെ ന്യൂനതകളും വീഴ്ചകളെല്ലാം പൊറുക്കാനും അതിന് പ്രായശ്ചിത്തമാകാനും ആ രോഗം ആ ബുദ്ധിമുട്ട് അവന് കാരണമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ മതി. നമ്മളിപ്പോ സാധാരണ നമുക്ക് അനുഭവിക്കുന്ന ഒരു വേദനയാണ്, വീട്ടിലൊക്കെ ചെറുപേരിൽ എവിടെയെങ്കിലും ചുമരിന്റെ കോണിലൊക്കെ തട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പ്രത്യേക വേദന അനുഭവിക്കും. അപ്പോൾ വരെ നമുക്ക് എന്തോ ഓർമ്മ വരണം, ഈ കാര്യം ഓർമ്മ വരണം. ഇത് മനസ്സിലായി കഴിഞ്ഞാണ്ടല്ലോ ഏത് മുസീബത്ത് എന്നാലും ആദ്യം നമ്മുടെ വായിൽ എന്താ വരെ അറിയോ, അൽഹംദുലില്ലാഹ് എന്ന്. ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് പരലോകം എന്നുള്ളത് ഈ ദുനിയാവിൽ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കൽവിൽ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ഒരു മുസീബത്ത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാല്, പെട്ടെന്ന് നമുക്ക് അനുഭവിക്കുന്ന ഒരു വേദനയോ രോഗം വന്നു കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറയുന്ന വാക്ക് എന്തായിരിക്കും? അൽഹംദുലില്ലാഹ് എന്ന വാക്കായിരിക്കും. പക്ഷെ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റണം. അടുത്ത ഹദീസ് عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال ما من مسلم يصاب بمصيبة وجع أو مرض إلا كان كفارة ذنوبه حتى الشوكة يشاكها أو النكبة.
ഒരു മുസ്ലിമും ഇല്ല അവന് ഏതെങ്കിലും തരത്തിലുള്ള മുസീബത്ത് ബാധിക്കുകയാണ്, വേദനയാകട്ടെ രോഗമാകട്ടെ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുകയാണ്, അത് അവന് കഫാറത്താകാതെ അവന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാതെ എന്ന് പറയാണ്, ഒരു മുള്ള് തറച്ചാൽ പോലും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം അവന് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. ആലോചിച്ച് നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ തന്നെയാണ്. എത്ര നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും ഈ തരത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നെക്ബ് പറഞ്ഞിട്ടുണ്ട്. നെക്ബ് പറഞ്ഞാൽ കൽബിൽ ഉണ്ടാകുന്ന ഒരു വിഷമം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ നിലക്ക് മനസ്സിലാക്കേണ്ടതാണ്. حديث عن عائشة بنت سعد أن أباها قال سعد بن أبي وقاص رضي الله عنه عندما قال عائشة رضي الله عنه ഉദ്ധരിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയാണ്. ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമുള്ള, പല ചരിത്ര സംഭവങ്ങളിൽ പ്രത്യേകം സ്ഥാനം വഹിച്ചിട്ടുള്ള, ഇസ്ലാമിന്റെ പേരിൽ ആദ്യമായിട്ട് അമ്പെറിഞ്ഞിട്ടുള്ള സ്വഹാബി, അതുപോലെ പല കാര്യങ്ങളിലും പ്രധാനിയായിട്ടുള്ള സ്വഹാബിയാണ്, സ്വർഗാവകാശിയാണ്. പിന്നെ സഹാബിയുടെ ഒരു സംഭവം പറയുകയാണ്. ഒരിക്കൽ സഅദ് ബിൻ അബി വഖാസ് അഥവാ ആയിഷ എന്നുള്ള ഈ സഹാബി വനിതയുടെ ഉപ്പ സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞതായിട്ട് മകൾ പറയുകയാണ്, ഇസ്തജൈതു ബിമക്കത ശക്വ ശദീദതൻ. ഉപ്പ പറയാണ്, സഅദ് ബിൻ അബി വഖാസ് പറയാണ്, മക്കയിൽ വെച്ച് എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായി, വലിയ ഞെരുക്കം, രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് അവസ്ഥയുണ്ടായി. ഇത് ഹജ്ജിന് വേണ്ടി വന്ന സമയത്തിനാണ്. ഹജ്ജത്തുൽ വദാഇന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബികൾ 1 ലക്ഷത്തോളം ആളുകൾ മദീനത്തിൽ നിന്നും പുറത്തു നിന്നും 1 ലക്ഷത്തോളം ആളുകൾ 2 ലക്ഷത്തോളം ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ ഉണ്ടായിരുന്നു സഅദ് ബിൻ അബി വഖാസ്. ഹിജറ ചെയ്ത മുഹാജിറാണ്, മക്കക്കാരനാണ്, ഹിജറ ചെയ്തിട്ടുള്ള മുഹാജിറായിട്ടുള്ള സഹാബിയാണ്. അപ്പോ ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് അവിടുന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വളരെ കടുത്ത രോഗബാധിതനായി. فجاء النبي صلى الله عليه وسلم يعودني. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ രോഗ സന്ദർശനത്തിന് വേണ്ടി, എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അത്റുകു മാലൻ, ഞാൻ സമ്പത്ത് കുറെ വിട്ടേച്ചു പോകുന്നുണ്ട്. വളരെ സമ്പന്നനായിട്ടുള്ള സഹാബിയായിരുന്നു. ഞാനത് എനിക്ക് കുറെ സമ്പത്തുണ്ട്. വൈനീലം അത്റുക് ഇല്ല ഇബ്നതൻ വാഹിദതൻ, എനിക്കിതാ എന്റെ ഈ ആയിഷ എന്നുള്ള ഒറ്റ മോളല്ലാതെ വേറെ ഒരു മോളും ഇല്ല. അതായത് കുറെ സ്വത്തുണ്ട്, എന്റെ അനന്തരാവകാശിയായിട്ട് മകളായിട്ട് ഈ ഒരൊറ്റ മകള് മാത്രമേ ഉള്ളൂ, വേറെ ആളും എനിക്കില്ല. അപ്പൊ ചോദിച്ചു, ഞാൻ എന്റെ സമ്പത്തിന്റെ 2/3 ഭാഗവും ഞാൻ വസിയത്ത് ചെയ്യട്ടെ, അഥവാ ആളുകൾക്ക് സ്വത്തായി കൊടുക്കാൻ വേണ്ടി ഞാൻ വസിയത്ത് ചെയ്ത് വെക്കട്ടെ. അതായത് ഇസ്ലാമിൽ എന്തുണ്ട്? മീറാത്ത് ഉണ്ട്, അനന്തര സ്വത്ത് ഉണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സ്വത്ത് എന്ന് പറഞ്ഞാല് അയാളുടെ വക എന്നല്ല. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ ആരാണ്? അവകാശി ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അയാൾക്ക് അല്ലാഹു തആല ഈ ദുനിയാവ് നൽകുന്ന, അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ സമ്പത്ത് ആരുടെയാണ്? അല്ലാഹുവിന്റേതാണ്. അല്ലാഹു പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് വീതിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരാളുടെ ഇഷ്ടത്തിന് പറ്റൂല. പിന്നെ നബിമാരുടെ സ്വത്ത് അനന്തരമായിട്ട് എടുക്കാൻ പറ്റൂല, അത് ബൈത്തുൽ മാലിലേക്ക് പോകണം. അല്ലാഹു പറഞ്ഞതാണ്. ഓരോ വ്യക്തിയുടെയും സ്വത്ത് അയാൾക്ക്, അയാളുടെ മക്കൾ ഉണ്ടെങ്കിൽ, അയാൾ മക്കളില്ലെങ്കിൽ, മാതാപിതാക്കൾക്ക് എത്ര, ഭർത്താവിന് എത്ര, ഭാര്യയ്ക്ക് എത്ര, സഹോദരന്മാരുണ്ടെങ്കിൽ അങ്ങോട്ട് അവർക്ക് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, എല്ലാം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു വിടവില്ലാത്ത രീതിയിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ അതിന് പുറമെ ഈ അനന്തരസ്വത്ത് വീതിക്കുന്നതിന് പുറമെ, അല്ലെങ്കിൽ അനന്തരസ്വത്ത് വീതിക്കാനായിട്ട് എടുക്കുന്നത് ഒരാളുടെ വസിയത്തിന് ശേഷമുള്ളതായിരിക്കണം. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾ 1000 രൂപ, മനസ്സിലാക്കാൻ വേണ്ടി പറയാം, അയാൾ 1000 രൂപ അയാളുടെ സ്വത്തിന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ 1000 രൂപ എങ്ങനെയാണ് അനന്തരാവകാശികൾ വീതിച്ചെടുക്കണം. ഭാര്യക്കെട്ടിലൊന്ന് പോകും, അല്ലെങ്കിൽ ആൺമക്കളും പെൺമക്കളും ആ രീതിയിൽ വീതിച്ചെടുക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വീതിച്ചെടുക്കണം. എന്നാൽ ആ വീതിച്ചെടുക്കുമ്പോ അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്റെ 1000 രൂപയിൽ 300 രൂപ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വസിയത്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വസിയത്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ 200 രൂപ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വസിയത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പണം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓഹരിയായിട്ട് അനന്തരം തിരിച്ചു. അപ്പൊ 1000 എടുക്കാൻ പറ്റൂല, 200 എടുക്കാൻ പറ്റുള്ളൂ. എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ബാക്കി എടുക്കാൻ പറ്റുള്ളൂ.
അപ്പൊ ആ നിലക്ക് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ സ്വത്തിന്റെ 2/3 ഭാഗവും ഞാൻ വസിയത്ത് ചെയ്യട്ടെ, ബാക്കി ഒരു ഭാഗം വീതിച്ചാൽ തന്നെ എന്റെ മോൾക്കൊക്കെ ആവശ്യമുള്ളത് കിട്ടും, പിന്നെ ഞാൻ ബാക്കിയുള്ളവർക്ക് വസിയത്ത് ചെയ്തിട്ട് സ്വതക്കായിട്ട് നൽകട്ടെ എന്നെനിക്ക് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ, പറ്റൂല എന്ന് പറഞ്ഞു, അത് ചെയ്യുന്നു പറഞ്ഞു. ഖാല ഔസി ബിന്നിസ്ഫി വഅത്റുക് ലഹ നിസ്ഫ്. അപ്പോ സഅദ് ബിൻ അബീ വഖാസ് വീണ്ടും ചോദിച്ചു, ഞാൻ പകുതി വസിയത്ത് ചെയ്യട്ടെ, പകുതി എന്റെ മകൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അന്ന് കലാലത്തിന്റെ നിയമം അഥവാ ഒറ്റ മകളാണെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള നിയമമൊക്കെ പിന്നെ ഇറങ്ങുന്നുണ്ട്, അത് വേറെ വിഷയം. പിന്നെ പകുതി അങ്ങനെ ചെയ്യട്ടെ ചോദിച്ചു. കാലല്ല, പുനഃശേഷം പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. قلت فأوصي بالثلث وأترك لها ثلثين. ഞാൻ എന്ത് ചെയ്യട്ടെ, പിന്നെ 1/3 ഞാൻ വസിയത്തായിട്ട് വസിയത്ത് ചെയ്യട്ടെ, ബാക്കിയുള്ളത് എന്താവട്ടെ എന്റെ മകൾക്ക് വേണ്ടി ഞാൻ വിട്ടേച്ചു പോവാന്ന് പറഞ്ഞു. കാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുലുസ് വസ്സുലുസു കസീറുൻ, 1/3 അതിന് കൂടുതലാണ് പറഞ്ഞു. 1/3 ഇങ്ങനെ വസിയത്ത് ചെയ്യാന്നുള്ളത് തന്നെ അതിന് കൂടുതലാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ثم وضع يده على جبهتي. എന്നിട്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ രോഗം മൂർച്ഛിച്ചെടുക്കാണ്. അതായത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി മരിക്കും എന്ന് ഉറപ്പിച്ച സമയത്താണ്, ഇനി ജീവിക്കില്ല, എന്റെ മരണമായി എന്ന് ഉറപ്പാണോ ചില രോഗം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് ചോദിക്കുന്നത്. എന്നിട്ട് പറയാം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നെറ്റിയിൽ കൈവച്ചു, എന്നിട്ട് എന്റെ മുഖം തടവി, എന്റെ ശരീരത്തിൽ എന്റെ വയറൊക്കെ തടവി, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ സഅദ് ബിൻ അബീ വഖാസിന് ശിഫ നൽകണമേ, അദ്ദേഹത്തിന്റെ ഹിജ്റ പൂർത്തിയാക്കണമേ എന്ന്. ഹിജ്റ പൂർത്തിയാക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എവിടുന്ന ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ളത്? മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ ചെയ്ത് പോയതാണ്. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു വേറൊരു വിഷമം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ നിന്ന് ഹിജ്റ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ വന്നിട്ട് ചെയ്യാൻ പാടില്ല, തിരിച്ചു വന്ന് താമസിക്കാൻ പാടില്ല, അവിടെ മുഖ്യമാകാൻ പാടില്ല. അപ്പൊ ഇവിടെ ഹജ്ജിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ ഹിജ്റ പോയിട്ട് വീണ്ടും ഹിജ്റ പോയ നാട്ടിലല്ലാതെ ഇവിടെ വെച്ച് മരിക്കുമോ എന്നുള്ളൊരു പേടി ഇവിടെ ആർക്കുണ്ടായിരുന്നു? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പൊ ആ ഹിജ്റ പൂർത്തിയാകുന്ന രീതിയിൽ, അഥവാ എവിടെയാണോ ഹിജ്റ ചെയ്യപ്പെട്ടത് അവിടെ വെച്ച് മരിക്കണമേ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്നിട്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കമാ സിൽതു അജിദു ബർദ യദിഹി അലാ കബിദി ഫീമാ യുഖാലു ഇലൈ ഹത്താ സാഅ. അവിടുന്ന് പറയാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്ന സമയത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തൊട്ടപ്പോ എന്റെ കരളിൽ ഞാൻ അനുഭവിച്ച അവിടുത്തെ കയ്യിന്റെ തണുപ്പ് എനിക്ക് ഇപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്ന നിലക്ക് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇതിന് ശേഷം, ഈ ഒരു സംഭവത്തിന് ശേഷം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പിന്നീട് കുറെ കാലം ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, വേറെ മക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഓർമ്മ, ഒന്നും പരിശോധിക്കേണ്ടതാണ്. എന്നാലും പിന്നീട് ഒരുപാട് കാലം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പൊ മരണപ്പെട്ടിട്ടില്ല, പിന്നീട് കുറെ കാലം ജീവിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഹദീസ് ഈ ബാബിൽ കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗ സന്ദർശനം നടത്തിയതും പ്രാർത്ഥിച്ചതും എല്ലാം അറിയിക്കാനാണ്. ഇതല്ലാതെ ഈ ഒരു സംഭവം ധാരാളം കാര്യങ്ങൾക്ക് തെളിവായി എടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അനന്തര സ്വത്ത് വീതിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, 1/3 കൂടുതൽ വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഈ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള പാഠം. ഊസി ബിൻ നിസ്ഫ്, 1/3 വസിയത്ത് ചെയ്യാൻ പാടുകയുള്ളൂ. അടുത്തത് ബാബു യുക്തബു ലിൽ മരീദി മാ കാന യഅമലു വഹുവ സഹീഹുൻ. ഇനി അടുത്ത ബാബു പറയുന്നത്, ഒരു വ്യക്തി അവൻ രോഗിയായി കിടക്കുന്ന സമയത്ത് അവന്റെ മേലെ അവൻ ആരോഗ്യവാനായിരുന്നപ്പോൾ ചെയ്തിരുന്നത് പോലെ തന്നെ അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. ഒരാൾ രോഗിയായി, ആ രോഗിയായ സമയത്ത് അവന്റെ മേലെ അവൻ ആരോഗ്യമുള്ളപ്പോൾ ചെയ്തിരുന്നത് പോലെ തന്നെ ആ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടും എന്നുമായി ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് പിന്നെ ശരിക്കും കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരാളാണ് നിസ്കാരത്തിന്.
അല്ലെങ്കിൽ ഒരാൾ എല്ലാ തിങ്കളും വ്യാഴവും എല്ലാം സുന്നത്തായ നോമ്പ് വിൽക്കുന്ന ഒരാളാണ്. എന്നാൽ അയാൾക്ക് രോഗം ബാധിച്ചു. ആ രോഗം ബാധിച്ച് അയാൾക്ക് മസ്ജിദ് ജമാഅത്തിന് പങ്കെടുക്കാൻ പോകാൻ പറ്റാത്ത തരത്തിൽ രോഗം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്ത രീതിയിൽ രോഗം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ രോഗം കാരണത്താൽ അയാൾ ചെയ്തിരുന്ന, ആരോഗ്യവാനായിരിക്കുമ്പോൾ ചെയ്തിരുന്ന ഒരു കാര്യം രോഗം കാരണത്താൽ അയാൾക്ക് തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് എന്താണ്, ആ തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്ത പോലെ തന്നെ എന്താകും, രേഖപ്പെടുത്തപ്പെടും. അത് കൃത്യമായി ചെയ്യുന്ന ആളാണ്, കൃത്യമായി ജമാഅത്ത് പങ്കെടുക്കുന്ന ആളാണ്, അത് രേഖപ്പെടുത്തപ്പെടും. عن عبد الله بن عمرو ഈ ബാബിലെ ഹദീസുകൾ عبد الله بن عمرو رضي الله عنه عن النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കുകയാണ് ما من أحد يمرض إلا كتب له مثل ما كان يعمل وهو صحيح. ഒരു രോഗിയുമില്ല അവന്റെ മേലെ രേഖപ്പെടുത്തപ്പെടാതെ, എന്ത് രേഖപ്പെടുത്തപ്പെടാതെ, ആരോഗ്യവാനായിരിക്കുമ്പോൾ അവൻ എന്തായിരുന്നോ ചെയ്തിരുന്നത് അത് രേഖപ്പെടുത്തപ്പെടാതെ ഒരു രോഗിയുമില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ റഹ്മത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരാൾക്ക് ജമാഅത്ത് അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ അവൻ രോഗിയായിരിക്കുമ്പോൾ രോഗം കാരണത്താൽ അവന് വരാൻ സാധിച്ചില്ല, അതിന്റെ പേരിൽ അവനെ നഷ്ടപ്പെടുത്താതെ അത് അല്ലാഹു തആല നൽകുന്നുണ്ടെങ്കിൽ എത്ര വലിയ കാരുണ്യമാണ് അല്ലാഹുവിന്റെ. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു കാര്യമാണത്. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ കാണാം, മർഫൂആയിക്കൊണ്ട് റസൂൽ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദ് ഔ സാഫറ, ഒരു അടിമ രോഗിയായി അല്ലെങ്കിൽ അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടി യാത്രക്കാരനായി, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹാ, അവന്റെ മേലെ രേഖപ്പെടുത്തപ്പെടും അവൻ ആരോഗ്യവാനായി സ്വന്തം നാട്ടിൽ യാത്രക്കാരനല്ലാത്തപ്പോ എങ്ങനെയായിരുന്നോ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അതേപോലെ രേഖപ്പെടുത്തപ്പെടും. മറ്റൊരു ഹദീസിൽ ദേഹാശയത്തിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കുന്നത്, ഒരു വ്യക്തി അവൻ കൃത്യമായി രാത്രിയിൽ ഇത്ര റക്അത്ത് ഇത്ര ജുസ് പാരായണം ചെയ്ത് നിസ്കരിക്കാറുണ്ട്. അവന്റെ മേലെ ഉറക്കം അവനെ കീഴ്പ്പെടുത്തി, അഥവാ അവന് ഒരു ദിവസം ഉറങ്ങിപ്പോയി, അവന് നിസ്കരിക്കാൻ സാധിച്ചാൽ ഉറങ്ങിപ്പോയി. അല്ലാഹു തആല അവന്റെ മേലെ എന്താകും, അവൻ ആ നിസ്കരിച്ച പ്രതിഫലം രേഖപ്പെടുത്തും. ആ ഉറക്കം അവന്റെ മേലെ ഒരു സ്വതക്കയാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ ധാരാളം ഹദീസുകൾ ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇത് ഒരു മുസ്ലിമിനുള്ള സന്തോഷ വാർത്തയാണ്, അവന് പ്രതീക്ഷിക്കാവുന്നതാണ്, അവന് സിദ്ഖോട് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ. അതായത് രോഗമാണ്, അവന് നിസ്കരിക്കാന് ജമാഅത്തിന് പങ്കെടുക്കാനൊക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ മടി കാരണം ഒഴിവാക്കിയുള്ള കാര്യമില്ല പറഞ്ഞത്. രോഗം കൊണ്ട് അവൻ സ്ഥിരം ചെയ്യുന്നതിൽ തടസ്സം വന്നാൽ അതിന് അതുപോലെ തന്നെ രേഖപ്പെടുത്തും. ഇത് ഈ ബാബിലെ മറ്റൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ما من مسلم ابتلاه الله في جسده إلا كتب له ما كان يعمل في صحته. ഒരു അടിമ അവൻ അല്ലാഹു തആല അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും പരീക്ഷണം വെക്കുകയാണ്, അങ്ങനെ അവന് രോഗം മറ്റോ കാര്യമായിട്ടാണെങ്കിൽ അവൻ ആരോഗ്യവാനായിരിക്കുമ്പോൾ എന്താണോ ചെയ്തിരുന്നത് അത് രേഖപ്പെടുത്തുന്നതാണ്. മാകാന മരിയവൻ, അവൻ രോഗിയായിട്ടുണ്ടെങ്കിൽ അവൻ ആഫിയത്ത് ലഭിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് അല്ലാഹു കഴുകിയവനെ പോലെ ആയിത്തീരും. ഇനി അവൻ മരണപ്പെടുകയാണെങ്കിൽ, അവന്റെ റൂഹിനെ അല്ലാഹു വിളിക്കുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. ആലോചിച്ച്, ഒരു രോഗം വന്നിട്ട് ആ രോഗത്തിന് ശേഷം ആഫിയത്താണ് ലഭിക്കുന്നത്, അത് ശിഫ ആവുകയാണെങ്കിൽ, ചെറിവായത്തിൽ അവൻ ശിഫ ആവുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ അല്ലാഹു തആല അവനിൽ നിന്ന് കഴുകിയതുപോലെയാണ്, അത് കഴുകി കളയുന്ന പോലെയാണ്. ഇനി അതല്ല, അവൻ മരണപ്പെടുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോ രോഗം എന്നുള്ളത് അതിന്റെ ഈ ഒരു വശം, ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കണം, ഒരു സത്യവിശ്വാസി മനസ്സിലാക്കണം. عن أبي هريرة رضي الله عنه قال, അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, جاءت الحمى إلى النبي صلى الله عليه وسلم. ഒരിക്കൽ പനി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. പനി എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസകൾപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പനി എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയുണ്ടായി. ഫഖാലത് ഇബ്അത്നി ഇലാ ആസരി അഹ്ലിക ഇൻദക, എന്നെ നിങ്ങളുടെ അടുക്കൽ ഏറ്റവും നിങ്ങൾക്ക് അടുത്ത സ്ഥാനമുള്ള അടുപ്പമുള്ള ആരിലേക്കെങ്കിലും നിങ്ങൾ നിയോഗിക്കണം എന്ന് പറഞ്ഞു.
അതായത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇത് കൊടുത്തതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുപ്പമുള്ള ആർക്കെങ്കിലും ഈ ഒരു പനിയെ ആക്കി കൊടുക്കാമെന്ന നിലക്ക്. അപ്പൊ പനി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നെ ആരുടെയെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങളേക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആരിലേക്കെങ്കിലും എന്നെ ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അൻസാരികൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികൾക്ക് ആ പനി വരട്ടെ എന്ന നിലയ്ക്ക്, ആ പനി അവർക്ക് ആയിക്കോട്ടെ എന്ന നിലയ്ക്ക് തെരഞ്ഞെടുത്തു. അങ്ങനെ 6 പകലുകളും 6 രാത്രികളും അൻസാരികൾക്ക് ആർക്കാണോ പിന്നെ ചില പ്രത്യേക ഗോത്രങ്ങളൊന്നും ചില ഹദീസിൽ കാണാം, ആ രോഗം ബാധിച്ചത് അല്ലെങ്കിൽ പനി വന്നിട്ടുള്ളത് അവർക്ക് 6 ദിവസം തുടർച്ചയായി അത് നീണ്ടുനിന്നു. അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയായി. 6 ദിവസം മരിച്ചപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീടുകളിൽ അവർ സന്ദർശിക്കാൻ ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ പനി 6 ദിവസമായി തുടർച്ചയായി വന്നപ്പോൾ അതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പരാതി പറഞ്ഞു, നിങ്ങൾക്ക് പനി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന നിലക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളുടെ ഓരോ വീടുകളിൽ കയറി, ഓരോ ഗോത്രങ്ങളായിട്ട് കൂട്ടങ്ങളായി താമസിക്കുന്നിടത്തും ഓരോ വീട്ടിലേക്കും കയറി അവർക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്ത് മടങ്ങുന്ന സന്ദർഭത്തിൽ അൻസാരികൾപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ ഹഖ് കൊണ്ട് അയച്ച അല്ലാഹുവാണ് സത്യം. ഇന്നി ലമിനൽ അൻസാർ, ഞാൻ അൻസാരികളിൽപ്പെട്ട സ്ത്രീയാണ്. വഇന്ന അബീ ലമിനൽ അൻസാർ, എന്റെ ഉപ്പ അൻസാരികളിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, റസൂലേ, അൻസാരികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തതുപോലെ എനിക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് പോലെ നിനക്ക് ഞാൻ അള്ളാഹുവിനോട് നിനക്ക് ആഫിയത്ത് നൽകണം എന്ന് ദുആ ചെയ്യണമെന്നാണ് എങ്കിൽ ഞാൻ ദുആ ചെയ്യാം. എന്നാൽ നീ ഉദ്ദേശിക്കുകയാണ് നീ ക്ഷമിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, നീ ക്ഷമിച്ചുകൊള്ളും എന്നതാണ് നീ തീരുമാനമെടുക്കുന്നത് എങ്കിൽ നിനക്ക് സ്വർഗം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ അസ്ലി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, ക്ഷമിച്ചോളാം. സ്വർഗത്തിനെ ഒരു റിസ്ക് പിടിച്ച അവസ്ഥയിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗം കിട്ടാനുള്ള അവസരമാണ് എങ്കിൽ എനിക്ക് എന്ത് മതി, ഞാൻ ക്ഷമിച്ചോളാം എന്ന് ആ സ്ത്രീ പറയാം. ഈ ഹദീസിൽ ധാരാളം പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കാം പനി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത്. ഈ ഹദീസിന്റെ വേറെ കുറെ റിവായത്തുകളുണ്ട്. അതിൽ കാണാം 2 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, ഒരു താഊനും ഒരു പകർച്ചവ്യാധിയും ഒരു പനിയും. ഇത് ആർക്ക് വേണമെങ്കിലും വിഭജിച്ചു കൊടുക്കാം എന്നുള്ള പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള അൻസാരികൾക്ക് പനിയെ തിരഞ്ഞെടുക്കുകയും താഊനിനെ ശാമു ഭാഗത്തുള്ള ആളുകളിലേക്ക് ആക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്തു എന്ന രീതിയിലൊക്കെ ഇതിന്റെ വേറെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസിനെ പറഞ്ഞുകൊണ്ട് ഇബ്നു റജബ് നമ്മൾ നേരത്തെ പറഞ്ഞ കിതാബ് ഉണ്ടല്ലോ പനിയുമായി ബന്ധപ്പെട്ട്, അതിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഏറ്റവും അടുത്ത ആളുകൾക്ക് തെരഞ്ഞെടുത്ത ഒരു കാര്യമാണ് പനി എന്നുള്ളത്. അപ്പോ ആ പനിയുടെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. പനി എന്നുള്ളത് അതിന്റെ ധാരാളം ഹദീസുകൾ വേറെയുണ്ട്. അത് യഥാർത്ഥത്തിൽ അത്രയൊരു ശുദ്ധീകരണമാണ്. ശരീരത്തെ ശുദ്ധീകരിക്കും, അതുപോലെ തന്നെ അവന്റെ പാപങ്ങളിൽ നിന്നാണ് ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ് പനി എന്നുള്ളത്. അപ്പോ അങ്ങനെ ആ പനി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫിയത്തിന് വേണ്ടി അവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായി വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് എന്ത് കൊടുത്തു? തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തു. ഒന്നെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതല്ലെങ്കിൽ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്നുള്ളത്. ഈ ഹദീസിനെ പല പണ്ഡിതന്മാരും ഇതുപോലെയുള്ള വേറെയും ഹദീസുകളെ പിന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഒരാൾക്ക് രോഗം വന്നാൽ അവൻ ചികിത്സിച്ചില്ലെങ്കിൽ അവന്റെ മേലെ കുറ്റമില്ല എന്നതിന് തെളിവായി എടുക്കാറുണ്ട്. ഒരാൾ രോഗം വന്നു, അയാൾ ചികിത്സിക്കുന്നില്ല, അയാൾ ചികിത്സിക്കാതെ അയാൾ മരിച്ചുപോയി, എന്നാലും അയാളുടെ മേലെ പരലോകത്ത് എന്തുണ്ടാവില്ല, കുറ്റമുണ്ടാവുകയില്ല എന്നുള്ളതിന് തെളിവായിട്ട് ഈ ഹദീസുകളെ എടുക്കാറുണ്ട്. കാരണം എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബബാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞെന്താ, അതെടുക്കണ്ട, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഈ സ്ത്രീയോട് പറയുകയുണ്ടായിട്ടുണ്ട്. ചികിത്സിക്കൽ അനുവദനീയമാണ്, അധിക പണ്ഡിതന്മാരും സുന്നത്തായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നിർബന്ധമല്ല എന്നതിന് തെളിവായിക്കൊണ്ട് ഈ ഹദീസിനെ എല്ലാം ഉലമാക്കൾ എടുക്കാറുണ്ട്. അപ്പൊ ഈ ഹദീസിൽ പനിയുടെ ഫൗലിനെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൗൽ എന്ന് ഉദ്ദേശിച്ചത് പനി കൊണ്ടുണ്ടാകുന്ന ഖൈറുകൾ, ഒരാൾക്ക് അത് ശുദ്ധീകരണമാണ് എന്നുള്ളത്. രണ്ട്, രോഗത്തിന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന് സ്വർഗമുണ്ട് എന്നുള്ളത്. ആ രോഗത്തിൽ അത് അല്ലാഹു നൽകിയതിന്റെ പേരിൽ അതിൽ ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ സ്വർഗമുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ രോഗത്തിന് ചികിത്സ നേടാമെന്നുള്ളതിന് തെളിവുണ്ട്. കാരണം ബാക്കിയുള്ള ആളുകൾ അവരുടെ വിഷമം പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ രോഗത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല. ആ സ്ത്രീക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് തെരഞ്ഞെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോ പിന്നെ ആ ഒരു ഓപ്ഷൻ ഈ വിഷയത്തിലുണ്ട് എന്ന് അറിയിക്കുന്ന ഹദീസ് കൂടിയാണ്. അടുത്തൊരു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മാ മിൻ മറദിൻ യുസീബുനി, എനിക്ക് ബാധിക്കുന്ന രോഗങ്ങൾ, അതിൽ അഹബ്ബു ഇലയ്യ മിനൽ ഹമാ, ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് എന്താണ്? പനിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, എനിക്ക് രോഗം ബാധിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പനിയാണ്. ലിഅന്നഹാ തദ്ഖുലു ഫീ കുല്ലി അബൂബിൻ മിന്നി, അതെന്റെ ശരീരത്തിലെ എല്ലാ സ്ഥലത്തും, എല്ലാ ജോയിന്റിലും, എല്ലാ മാംസത്തിലും, എല്ലാ പേശിയിലും, എല്ലാത്തിലും അത് പ്രവേശിക്കും. അല്ലാഹു തആല ആ ഓരോ അവയവത്തിനും അതിനുള്ള പ്രതിഫലവും എനിക്ക് അല്ലാഹു തആല വീതിച്ച് നൽകും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. ഇതാണ് സ്വഹാബികളുടെ ഫഹ്മ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇപ്പൊ ഒരു സ്ത്രീ പനി വന്ന് ആ പനിയെ കുറ്റം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അങ്ങനെ ചെയ്യരുത്, ആ പനിയെ ഒരിക്കലും കുറ്റം പറയരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനിയായി കിടക്കുന്ന ആളുകളെ കണ്ടാൽ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് തുഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ലാ ബഅസ തുഹൂറുൻ പറയാറുണ്ട്. നമ്മുടെ ആളുകളൊക്കെ മനസ്സിലാക്കിയിരുന്നോ പനി മാറാനുള്ള എന്തോ പ്രാർത്ഥനയാണ്. തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ പനി വേഗം മാറട്ടെ, ഉഷാറാവും, അങ്ങനെ ദുആ എന്താണെന്ന് മനസ്സിലാക്കിയത്. അതല്ല ഇതിന്റെ അർത്ഥം. തുഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നിന്റെ പാപങ്ങൾക്കുള്ള ഒരു ശുദ്ധീകരണമാണ് അള്ളാഹു ഉദ്ദേശിച്ചാണ് നമ്മൾ പറയുന്നത്. ലാബസ്, ഒരു കുഴപ്പമില്ല, അത് നിന്റെ പാപങ്ങൾ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദുആ വേറുണ്ട്, അല്ലാഹു റബ്ബനാ ബിൽ ബാസ്, അതുപോലെ ദുആകൾ വേറുണ്ട്. പക്ഷെ ഈ വാക്ക് പലരും വിചാരിച്ചിട്ടുള്ളത്, പല ആളുകളും ആ വാക്ക് പറയുന്നത് നിന്റെ രോഗം മാറാനുള്ള പ്രത്യേക ദിക്റായിട്ടാണ്. അതങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് നിന്റെ പാപങ്ങൾക്കുള്ള ശുദ്ധീകരണമാണ് എന്നുള്ള സമാധാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ പാപങ്ങൾ പുറത്തു കിട്ടും ഇതിലൂടെ, അവിടെ കുഴപ്പം വിചാരിക്കണ്ട എന്ന നിലക്കുള്ള വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സഹാബികൾപ്പെട്ട അബീ നുഹൈല റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോട് ഒരിക്കൽ രോഗിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. قال അപ്പോ സഹാബി പറഞ്ഞു, അല്ലാഹുമ്മ ഉൻഖുസ് മിനൽ മറദ് വലാ തൻഖുസ് മിനൽ അജ്ർ, അല്ലാഹുവേ എന്റെ രോഗത്തെ നീ കുറയ്ക്കണമേ, എന്നാൽ എന്റെ പ്രതിഫലം നീ കുറയ്ക്കരുതേ, ആ രോഗം കൊണ്ട് കിട്ടുന്ന പ്രതിഫലം കുറയ്ക്കരുതേ എന്ന് പറയും. വീണ്ടും പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. فقال اللهم اجعلني من المقربين, അപ്പോൾ സഹാബി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ മുഖർരിബീങ്ങളിൽ അഥവാ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. വജ്അൽ ഉമ്മി മിനൽ ഹൂറിൽ ഈൻ, എന്റെ ഉമ്മയെ ഹൂറിൽ ഈങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ഹൂറിൽ ഈൻ എന്നുള്ള പദം പൊതുവായി ഉപയോഗിക്കുന്നത് സ്വർഗത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന പദമാണ് എന്ത്? ഹൂറിൽ ഈൻ എന്നുള്ളത്. പ്രത്യേകമായിട്ട് നമ്മൾ പറയുമ്പോൾ, ഇന്ന് നമ്മൾ പറയുമ്പോൾ സ്വർഗത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ പറയും. അല്ലാതെ മിനറ്റുകൾ മരണത്തിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവർക്ക് മൊത്തമായിട്ടും സ്വർഗത്തിലെ എല്ലാ സ്ത്രീകൾക്കും പറയുന്ന പേര് കൂടിയാണ് എന്ത്? ഹൂറിൽ എന്നുള്ള പദം. അപ്പൊ എന്റെ ഉമ്മയെ ഹൂറിൽ ഉൾപ്പെടുത്തണം, അഥവാ സ്വർഗാവകാശിയാക്കണമേ എന്നുള്ളത്. ഈ ഹദീസിൽ ഒന്ന്, രോഗം മാറാൻ വേണ്ടി ആ വ്യക്തിക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, എന്നാൽ ആ പ്രതിഫലത്തെ കുറക്കാതെ പ്രാർത്ഥിക്കാൻ ഈ സഹാബി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത്. രണ്ട്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കാൻ വേണ്ടി ആ സഹാബി ദുആ ചെയ്തു എന്നുള്ളത്. ഒരാൾക്ക് ഉണ്ടാവേണ്ട ഗുണമാണ് തഫാഉൽ, അഥവാ ഹിമ്മത്തുൽ ആലിയ, ഏറ്റവും ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ കാര്യം തേടുന്ന ആളായിട്ട് നമ്മൾ മാറണം. അതുപോലെ തന്നെ ഉമ്മയോടുള്ള ബിർറ്, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? ആ ഉമ്മ ഏത് സമയത്താണെങ്കിലും ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു അടിമ ശ്രദ്ധിക്കണം.
അതുകൊണ്ട് തന്നെ ആ സഹാബി ആ സമയത്ത് ഉമ്മയെ സ്വർഗാവകാശിനിയാക്കണമേ എന്ന് ആ സഹാബി ദുആ ചെയ്യുക ഉണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ ഇനിയും ചില ഹദീസുകളുണ്ട്. ഇതിന്റെ ആശയത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകരിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു മുസീബത്ത് ബാധിച്ചാലും നമുക്ക് അതിനെ ക്ഷമയോടുകൂടി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഈമാൻ ദൃഢപ്പെടുത്താൻ സഹായകമാകുന്ന ഹദീസുകളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ وعلى آله وأصحابه أجمعين والحمد لله رب العالمين.